Welcome to Shahi Effect. They accompany you. ഹലോ എവ്രി വൺ. മലയാളത്തിൽ സംസാരിക്കല്ലേ? അല്ല, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ വിഴിഞ്ഞം തുറമുഖൻ്റെ ഒരു ടൂർ എടുക്കാനും അവരുടെ ഓപ്പറേഷൻസ് ഒന്ന് കാണാനും ശരിക്കും അത്ഭുതപ്പെട്ട ഒരു അവസരമാണ്. ഞാനിതൊരു സ്വപ്നമായി കണ്ടതാണ്. ആദ്യം നിങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് ഇവിടെ എത്തിയ ശേഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി എന്നെ ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഈ തുറമുഖനെ യാഥാർത്ഥ്യമാക്കാൻ. ശ്രീ അച്യുതാനന്ദ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ടാവും, 1-2 ടെൻഡർ ഇറക്കി ആരും ബിഡ് ചെയ്തവരെ ഡൽഹി അംഗീകരിക്കാൻ സാധിച്ചില്ല. ഇവരൊക്കെ ചൈനയിൽ ബന്ധപ്പെട്ട കമ്പനികളായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ശ്രീ ഉമ്മൻചാണ്ടി ഭരണത്തിൽ വന്നപ്പോൾ ഇതേപോലെ നമ്മളൊരു പ്രസ്റ്റീജാണ് പറഞ്ഞത്. ആദ്യം ടെൻഡർ ഇറക്കിയപ്പോൾ ആരും ബിഡ് ചെയ്തില്ല. ഭാഗ്യത്തോടെ എനിക്ക് ശ്രീ അഡാനിയെ ഒരു എയർപോർട്ടിൽ ഒരു എയർലൈൻ ക്യൂവിൽ കണ്ട് സംസാരിച്ചിട്ടാണ് അദ്ദേഹം ആദ്യം ബിഡ് ചെയ്യണതും അത് കഴിഞ്ഞിട്ട് ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാവണതും. 2011 മുതൽ 15 വരെ കുറേ ചർച്ചയും നെഗോസിയേഷനും ചെയ്ത ശേഷമാണ് അവസാനത്തിൽ കൺസെഷൻ അഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ കാലത്തിൻ്റെ വിഴിഞ്ഞും ഇന്ന് കാണുമ്പോൾ കണ്ട വികസനവും കണ്ട മാറ്റങ്ങളും അത് ശരിക്ക് ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ പോലെയാണ് എനിക്കും തോന്നുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാമല്ലോ, നമ്മളുടെ കേരളത്തിൽ രാഷ്ട്രത്തിനെ മുന്നോട്ട് വെച്ചിട്ട്, രാഷ്ട്രീയത്തെ മാറ്റി വെച്ചിട്ട് എല്ലാവരും സഹകരിച്ചൊരു വികസന പ്രോജക്റ്റ് കൊണ്ടുവരാൻ നമ്മൾ എല്ലാവർക്കും ഒരു സന്തോഷകാര്യമാണ്. ഞാൻ വിചാരിക്കുന്നു ഈ പ്രോജക്റ്റ് എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടതാണ്. ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ ഗവൺമെൻറ്റും UDF സർക്കാരും കൂടി രണ്ടും ആഗ്രഹിച്ചിട്ടാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തിൽ ഇത് കൊണ്ടുവരാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ ഇതിനെ നന്നായി തുടർന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ സഹകരണമുണ്ടായിരുന്നു. അതോ നമ്മളെല്ലാവരും തമ്മിൽ സംസാരിച്ചിട്ടും ചർച്ച ചെയ്തിട്ടുമാണ് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. എനിക്ക് പല ഓർമ്മകൾ വരുന്നത് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല, പണ്ട് സംസാരിച്ച കാര്യങ്ങളും കൂടിയാണ്. പക്ഷേ നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടി ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നത്, അദ്ദേഹം എന്നെ 2011 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ബോർഡിന് അംഗമാക്കി. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എന്നോട് തുടരാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഐ എം നൗ ദ ലോങ്സ്റ്റ് സർവിങ് ഡയറക്ടർ ഓൺ ദ ബോർഡ്. 15 വർഷമായിട്ട് ഈ തുറമുഖൻ്റെ ഒരു പ്രവർത്തനത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഓരോരോ സ്റ്റേജിൽ കണ്ടിട്ട് ഇപ്പോൾ വന്നിട്ട് ഈ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റീസ്, നമ്മൾ ഈ ഓപ്പറേഷൻസ് റൂമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്ക് ഒരു 21-ാം നൂറ്റാണ്ടത്തെ ഒരു സിനിമ കാണുന്ന പോലെയാണ്. ഞാൻ പ്രത്യേകിച്ച് അവിടെ തിരഞ്ഞെടുത്തത് വിഴിഞ്ഞത്തു നിന്ന് എടുത്ത ചില റിക്രൂട്ട്സാണ്. പെൺകുട്ടികൾ, വിഴിഞ്ഞത്ത് ജനിച്ച് വളർന്ന പെൺകുട്ടികൾ, ഫ്രഷ് ഗ്രാജുവേറ്റ്സെ വന്നിട്ട് ഇവരെ ഹയർ ചെയ്തിട്ടുണ്ട്. അവരാണ് വലിയ മോഡേൺ കർവ്ഡ് സ്ക്രീൻസിന് മുമ്പിൽ ഇരുന്നിട്ട് കൺട്രോളും മൗസും സോഫ്റ്റ്വെയറൊക്കെ വെച്ചിട്ടാണ് ഈ ഓപ്പറേഷൻസിനൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ശരിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ത്യയിലത്തെ എല്ലാം വെച്ച് അഡ്വാൻസ്ഡ് പോർട്ട് ഫെസിലിറ്റീസാണ് നമുക്കിപ്പോൾ ഉള്ളത്. അഡാനി തന്നെ പല പോർട്ട്സ് നടത്തുന്നുണ്ട്. പക്ഷെ അതിന് എല്ലാറ്റിനെക്കാട്ടും മെച്ചപ്പെട്ട മോസ്റ്റ് ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ആണ് അവരിവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ശരിക്കും കേരളത്തിൻ്റെ ഒരു അഭിമാനമാണത്. ഇതിനെ എല്ലാവരും സഹകരിച്ച് നമ്മളുടെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി വിഴിഞ്ഞം ഒരു മാതൃകയായിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഞാൻ കൂടുതൽ പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് സന്തോഷം തോന്നിയത്, വിഴിഞ്ഞത്തിൻ്റെ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുത്ത ആൾക്കാരെ ഇവിടെ പ്രവർത്തിക്കുന്നത് കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയത് ഇതായിരുന്നു നമ്മുടെ ആഗ്രഹം. ഇത് വികസനം കേരളത്തിൽ തന്നെയാണ്, ഭാരതത്തിനും കൂടിയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം. ഇതുപോലെ ഓരോരോ ആൾക്കാർക്ക് ചിലപ്പോൾ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് വളർന്നവരാണ്. അവർക്ക് ഇനി ആ പ്രവർത്തനം ചെയ്യാൻ ആവശ്യമില്ല. ഈ കമ്പ്യൂട്ടറും എയർ കണ്ടീഷൻ മുറിയിൽ ഇരുന്നിട്ട് കപ്പലുകളെ അവർക്ക് അവിടെ ഇവിടെ മാറ്റാനുള്ള ഭാഗ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് വേൾഡ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അതാണ് പ്രത്യേകിച്ച് പറയാൻ ആവശ്യമുള്ളത്. നമ്മളുടെ കേരളത്തിൻ്റെ വികസനത്തിൽ എല്ലാവരും എപ്പോഴും ഒരുമിച്ച് നിൽക്കട്ടെ. ചിലർക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ ആദ്യം ഇലക്ഷൻ മത്സരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ശ്രീനാരായണ ഗുരു എപ്പോഴും പറയില്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന്. അതുപോലെ ഞാൻ എപ്പോഴും പറയും, രാഷ്ട്രം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി.
ഇത് ശരിക്കും ഈ വിഴിഞ്ഞം തുറമുഖൻ്റെ പ്രോജക്റ്റ് അതിനൊരു ഉദാഹരണം തന്നെയാണ്. നമ്മളെല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പങ്കാളിത്തം ഇതിലുണ്ട്. അതിൽ മറ്റന്നാൾ പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ 2-ാം തീയതി ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാവരും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മളുടെ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും എൻ്റെ പൊന്നു തിരുവനന്തപുരത്തിൻ്റെയും ഒരു വലിയൊരു അഭിമാനമായി മാറി വരട്ടെ എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താം. ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുന്നൊരു സംശയമില്ല. അന്ന് തന്നെ ഈ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി വികസന കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് പലതരത്തിലെ വിവാദങ്ങൾ ഡിബേറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് അതിൻ്റെ ഒരു ഉദാഹരണമാണ് വിഴിഞ്ഞം പദ്ധതി. എനിക്ക് തോന്നുന്നു അതെ. കാരണം എല്ലാവരും ശ്രമിച്ചതാണ്. നിങ്ങൾക്ക് ചിലവർക്ക് പിന്നെ ഓർമ്മയില്ല, 1992 എം വി രാഘവൻ പാർലമെന്റ് നിയമസഭയിൽ പറഞ്ഞൊരു സ്വപ്നമായിരുന്നു ഇത്. ഞാൻ 2009 വരുമ്പോൾ പലവരും ഒരു വിഴിഞ്ഞം ആക്ഷൻ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ഓരോരു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ് സാധാരണക്കാർ വന്നിട്ട് ഇത് അത്യാവശ്യമാണ്, നിങ്ങൾ മുൻകൈ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്യുതാനന്ദ മുഖ്യമന്ത്രിയായിരുന്ന ആ സമയത്ത് അദ്ദേഹം ശ്രമിച്ചു, 2 തവണ അദ്ദേഹം ടെൻഡർ ഇറക്കി, അതൊന്നും ശരിയായില്ല. പിന്നെ നമ്മുടെ സർക്കാർ വരുമ്പോൾ, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വരുമ്പോൾ അദ്ദേഹം ഇത് വിടാൻ തയ്യാറായിരുന്നില്ല. എല്ലാവരും ആഗ്രഹിച്ച ജനങ്ങളുടെ പിന്നെ എല്ലാവരും ആഗ്രഹിച്ച ഒരു സ്വപ്നമായിട്ട് ഒരു പദ്ധതിയായിട്ടാണ് കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ BJP സർക്കാർ കേന്ദ്രത്തിൽ വരുന്ന സമയത്താണ് ഇതിൻ്റെ എല്ലാം ഫൈനലൈസ് ചെയ്യണത്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ആ കാലത്ത് ഫൈനാൻസ് മിനിസ്റ്ററായ അരുൺ ജെയ്റ്റ്ലിയെ പോയി കണ്ടിട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് വേണം പറഞ്ഞു. കാരണം ഒരു വലിയൊരു ഭയം ആ സമയത്ത് ഉണ്ടായിരുന്നത് ഈ പ്രോജക്റ്റ് ഒരു ബിസിനസ്സുകാരുടെ ഫൈനാൻഷ്യലി വയബിൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞത് നമ്മളൊരു ലാൻഡ് ലോഡ് മോഡൽ കൊണ്ടുവരാം, സംസ്ഥാന സർക്കാരിൻ്റെ പക്ഷേ ഒരു കൺസെഷൻ അഗ്രിമെൻറ്റ് ഒരു പ്രൈവറ്റ് ബിസിനസ്മാനിന് കൊടുക്കുക. അദ്ദേഹത്തിന് ഇത് ചെയ്യാനുള്ള മുതലാവൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്പെട്ട ശേഷം ഞാൻ പോയിട്ട് അരുൺ ജെയ്റ്റ്ലിയെ കണ്ടിട്ട് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ചർച്ച ചെയ്തു. ആ കാലത്ത് ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ശ്രീ ഗജേന്ദ്ര ഹൽദിയ അന്തരിച്ചു പോയി കോവിഡ് സമയത്ത്. അദ്ദേഹം പിന്നെ പ്ലാനിംഗ് കമ്മീഷനിലൊക്കെ പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങൾ വന്നിട്ട് ഈ കോൺസെപ്റ്റിനെയൊക്കെ പഠിപ്പിച്ചു തന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയി ചെയ്തപ്പോൾ എല്ലാവരും സഹകരണം ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ, 3 രാഷ്ട്രീയ പാർട്ടിയും. പിന്നെ അവസാനത്തിൽ ചില വിഷയങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ തന്നെ പറയുന്നു. ഉദാഹരണം, കേന്ദ്ര സർക്കാർ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന് ഒരു ലോണായി മാറ്റിയത് ഞങ്ങൾ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൽ ചർച്ച ഇനി നടത്തേണ്ടി വരും. ലോണല്ല, അത് ശരിക്ക് ഒരു ഗ്രാൻറ്റായിട്ട് തന്നെ കാണണം. കാരണം അല്ലെങ്കിൽ കേരള സർക്കാർ ഈ തുറമുഖത്ത് നിന്ന് കിട്ടുന്ന റവന്യൂസിന് ഒരു വലിയ ഭാഗം കേന്ദ്രത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് ഫെയർ അല്ലല്ലോ. ഇതൊക്കെ നമ്മൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ടെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ തുറമുഖം നന്നാവണമെന്നാണ്. ഇതിൽ ഒരു തർക്കവും ഞാൻ കാണുന്നില്ല. പിന്നെ ലോക്കൽ പിന്നെ പോപ്പുലേഷനെ എല്ലാ വിധത്തിലും ഉൾപ്പെടുത്തണം, അവരെ സന്തോഷിപ്പിക്കണം, അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവണം. പിന്നെ നമുക്കറിയാം, ഇത് വളർന്നു വരുമ്പോൾ ഇനി ഒരു സെക്കൻഡ് ഫേസും വരാൻ പോവുകയാണ്, കുറച്ചുകൂടി നീട്ടാൻ പോവുകയാണ്. ഈ ഇപ്പോഴത്തെ 2 ബെർത്താണ് കപ്പലിനുള്ളത്. ഇനി 3 ബെർത്തും കൂടി വരാനുള്ള ഉദ്ദേശമുണ്ട്. അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ഇവിടെ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം നിങ്ങൾക്കറിയാം, നമ്മളൊരു റെയിൽവേ ലൈനായിട്ട് ബലരാംപുരത്ത് കണക്ട് ചെയ്യാൻ പോകുന്നു. റോഡ് കണക്ഷൻ ഇപ്പോൾ 1-2 മാസത്തിനകത്ത് പൂർത്തിയാവും. ഇതോടെ നമ്മൾ ഇവിടുന്ന് വരുന്ന ഓരോരോ വാഹനങ്ങളും കണ്ടെയ്നേഴ്സും ഒക്കെ കേരളത്തിൻ്റെ അകത്തും തമിഴ്നാട് വരെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ നമ്മളെല്ലാവർക്കും സാധിക്കും. ഇതെല്ലാം എൻ്റെ അഭിപ്രായത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ജനങ്ങൾക്കും ഈ നമ്മളുടെ ഹിൻറ്റർലാൻഡ് എന്ന് പറയുന്നത് ഈ അകത്തുള്ള എല്ലാ ഭാഗത്തിലും അതിന് ഗുണം കാണണം. ഈ തുടർച്ചയായി വരുന്ന സംസ്ഥാന സർക്കാരും വളരെ സ്ട്രോങ് ആയി ഇച്ഛാശക്തിയോടുകൂടി ഇതിൽ ഈ പദ്ധതിക്കൊപ്പം നിന്നു അഭിപ്രായമുണ്ട്. അതിൽ MB എന്നുള്ളതിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായമാണ് എല്ലാവരും നിന്നിട്ടുണ്ട്. ഈ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾ നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ. വികസനത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, എൻ്റെ പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞത്ത് കണ്ടിരിക്കുന്നത് നമ്മൾ കൂടുതൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് തർക്കമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ഇത് ആവശ്യപ്പെട്ടപ്പോൾ 1-2 ലെഫ്റ്റുകാർ വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ അവർ ഭരണത്തിൽ വന്നപ്പോൾ അതൊക്കെ മറന്നു, അവരെന്നെ ഇറങ്ങി. ഞാൻ ഇന്ന് കണ്ട കാര്യങ്ങളൊക്കെ 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി വന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇതേപോലെ സന്തോഷപ്പെട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലെല്ലാം നമ്മൾ രാഷ്ട്രീയം കണ്ടിട്ട് കാര്യമില്ല. എന്താണ് നമ്മളുടെ സംസ്ഥാനത്തിൽ ആവശ്യമുള്ളത്, എങ്ങനെയൊക്കെ പലവർക്കും ആവശ്യമുള്ളത് കേരളത്തിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ മാറ്റാനാണ്. നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ പലരും പറയും, ഓ കേരളത്തിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല, അവിടെയൊക്കെ പിന്നെ ഓരോരു നോക്കുകൂലി മുതൽക്കുള്ള ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ട്, അവിടെ പിന്നെ സ്ട്രൈക്കും ഹർത്താലും എല്ലാ ദിവസവും നടക്കുന്ന സ്ഥലമാണ്, അവിടെ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള മനസ്ഥിതിയില്ലേ ആൾക്കാർക്ക്. അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ നമ്മൾ മാറ്റാൻ എന്തൊരു ഉദാഹരണമാണ്. ഇതിനെ കാണിച്ചു കൊടുത്താൽ മതി ആൾക്കാർക്ക്.
ഇന്ത്യയിൽ എങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് തുറമുഖ് എവിടെ കാണാൻ പോണത്? ഇത് കേരളത്തിലാണ്, കേരളത്തിന്റെ തലസ്ഥാനത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വരൂ, കാണൂ. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ മറ്റേ ഭാഗത്തും കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ തുറമുഖ്, ഈ പോർട്ട് എന്ന് പറഞ്ഞ വാക്ക് തന്നെ വാതിലാണ്. ലാറ്റിനിൽ വരുന്ന ഈ പോർട്ട് എന്ന് പറഞ്ഞ ഒരു വാക്ക് വാതിലാണ്. ഇത് ശരിക്കും നമ്മളുടെ വികസനത്തിന്റെ വാതിൽ തുറക്കുന്ന പോലെയാണ്. ഈ ഈ ഈ തുറമുഖ വഴിക്ക് കേരളത്തിന് വികസനത്തെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ കാണുന്നുണ്ട്. മാരിടൈം ഡെവലപ്മെന്റ്, ലോജിസ്റ്റിക്സ്, ഫിഷ് പ്രോസസ്സിംഗ് പാർക്സ്, പിന്നെ വേറെ പല ഈ തുറമുഖ വഴിക്ക് വരുന്ന വികസന സാധ്യതകൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൻ്റെ വികസന ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു വലിയൊരു ഭാഗമായിരിക്കണം. നാം സാധാരണ സംസാരിക്കുന്നത് ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ആയുർവേദ, അതൊക്കെ അല്ലേ. ഇപ്പോൾ ITയെ കുറിച്ച് കുറേ സംസാരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒപ്പം തുറമുഖനെ കുറിച്ചും സംസാരിക്കാനുള്ള സമയമായി ഞാൻ നിങ്ങളെല്ലാവരും അഭ്യർത്ഥിക്കുന്നു. പോർട്ട് ലെഡ് ഡെവലപ്മെൻറ്റ്, ഒരു പോർട്ട് എന്ന് പറഞ്ഞ ഒരു എക്കണോമിക് എക്സലറേറ്ററാണ്. പോർട്ട് വഴിക്ക് ഒരു മൾട്ടിപ്ലൈയിങ് എഫക്റ്റ് ഉണ്ടാവും വികസനത്തിൽ. അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഇത്രത്തോളം ആവേശം ഈ തുറമുഖൻ്റെ പദ്ധതി കാണുന്നത്. ഇടയ്ക്ക് പലതരത്തിൽ തടസ്സം വന്നു. ഓഖി വന്നു, കോവിഡ് വന്നു, പ്രളയത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, കല്ല് കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ സ്ട്രൈക്കും വന്നു. ഒരു സമരം വന്നപ്പോൾ വലിയ തരത്തിൽ ചർച്ചയൊക്കെ നടത്തി. അപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി പദ്ധതി തന്നെ നിർത്തി വയ്ക്കണമെന്ന് പറഞ്ഞു. അത് അങ്ങനെ അന്നങ്ങ് നിർത്തി വച്ചിരുന്നെങ്കിൽ വീണ്ടും ലാഗാകുമായിരുന്നു. അപ്പോൾ സർക്കാർ സ്ട്രോങ് ആയി പോയി. അങ്ങയുടെ അഭിപ്രായമല്ല, കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞിരുന്നത് പദ്ധതി നിർത്തി വെച്ചിട്ട് പ്രശ്നം പരിഹരിച്ചിട്ട് മുമ്പോട്ട് പോകണമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, ആ വിഷയത്തിൽ മാത്രം ഞാൻ, ബാക്കി എല്ലാം എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ശരിയായിരുന്നു. കാരണം അവർക്ക് തന്നെ ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മളൊരു തുറമുഖം കെട്ടുമ്പോൾ അവിടെ നിലവിലുണ്ടായിരുന്ന വ്യക്തികളും അവരുടെ മത്സ്യത്തൊഴിലാളി പ്രവർത്തനത്തിനൊക്കെ ചില നഷ്ടങ്ങളുണ്ടാകും. അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കണം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടാകും, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ക്യാബിനറ്റിലൊരു വലിയൊരു പാക്കേജ് പാസ്സാക്കി. അതിന് ആദ്യം കൊടുക്കാൻ തുടങ്ങിയത് ആ അവസാനത്തെ വർഷമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സർക്കാർ വന്നപ്പോൾ ആ പാക്കേജിനെ അവർ അംഗീകരിച്ചില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ താമസിക്കുന്ന എല്ലാവരും, നഷ്ടം അനുഭവിച്ച എല്ലാവർക്കുമുള്ള ആവശ്യമുള്ള കോമ്പൻസേഷൻ 100% കിട്ടിയിട്ടില്ല എന്ന് സത്യം തന്നെയാണ്. അതിൻ്റെ ഒപ്പം ഞാൻ അവരിപ്പോൾ നിൽക്കുന്നു. അപ്പോഴും ഇപ്പോഴും ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ മാറുന്നുള്ളൂ, തുറമുഖിൻ്റെ പ്രവർത്തനം നിർത്തണം എന്ന് പറഞ്ഞത്. അതിന് അർത്ഥം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ഡിലേഡായിരുന്നു. ഈ ഓഖി വന്ന കാരണവും കല്ല് കിട്ടായ്മയും ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെ കാരണം പ്രോജക്റ്റ് 1-2 വർഷം പുറകെയായിരുന്നു. അപ്പോൾ ഇനിയും ഇനി വീണ്ടും ഒരു നിർത്തൽ വന്നാൽ ഇത് ഭയങ്കര ഒരു പ്രശ്നമായി മാറി വന്നിട്ടും അതുകൊണ്ടാണ് ഞാൻ അതിന് മാത്രമായി മാറുന്നത്. എൻ്റെ ഓർമ്മയിൽ 7 പോയിന്റായിരുന്നു സമരത്തിലുണ്ടായിരുന്നു. 6 പോയിന്റ് ഞാൻ അവർ പോയായിരുന്നു. ഈ 7ാമത്തെ പോയിന്റ് മാത്രം ഞാൻ മാറി നിന്നു. ഇപ്പോൾ അവരത് നിർബന്ധിക്കുന്നത്, അവരെന്നെ പറഞ്ഞു മറ്റേ ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയാൽ മതി, നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ അവരിപ്പോൾ നിൽക്കുന്നു. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടും അഭ്യർത്ഥിച്ചൊരു കാര്യമാണത്. സാധാരണ ജനങ്ങൾക്ക് നഷ്ടം വന്നവർക്ക് ഒരു പരിഹാരം കൊടുക്കണം. പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ കാണുന്ന ചില പുതിയ അവസരങ്ങൾ ആരും ചിന്തിക്കാത്ത ഈ ഞാൻ ഇപ്പോൾ കണ്ടു ഒരു വിഴിഞ്ഞത്തിന് ജനിച്ച് വളർന്ന, ഇവിടെ വെങ്ങാനൂരിൽ പഠിച്ച് ഫ്രഷ് ഗ്രാജുവേറ്റായി വന്നിട്ട് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, അവർക്ക് എന്നാ സന്തോഷം, അവർ കുടുംബത്തിനെ ഒരു മാറ്റമാണ് ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ. ഈ ജോലി ഉണ്ടായിരുന്നില്ല ഒരു 5 വർഷം മുമ്പ്. ഇങ്ങനെ ഒരു ജോലി കിട്ടാനും പ്രവർത്തിക്കാനും ഒരു വിഴിഞ്ഞംകാർക്ക് സാധിച്ചില്ലേ. പക്ഷെ അതുപോലെ അവരൊന്നാണ്. ഞാൻ കണ്ട കൺട്രോൾ മുറിയിൽ തന്നെ വിഴിഞ്ഞത്ത് 9 പേരുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു പുതിയ രീതിയാണ് കോമ്പൻസേഷൻ്റെ എന്ന് കൂടി പറയാം. പക്ഷെ അത് മാത്രം പോരാ. ഈ മത്സ്യത്തൊഴിലാളി നഷ്ടപ്പെട്ടവരും അവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കണം. ജനങ്ങൾ, വികസനം ആർക്കാണ്? വികസനം ജനങ്ങൾക്കല്ലേ. ആദ്യം ഇവിടുത്തെ ജനങ്ങളെ നമ്മൾ എന്തായാലും സഹായിക്കണം, അവരെ സംരക്ഷിക്കണം, ഒരു സംശയമില്ല. നമ്മൾ ഇത് എന്തായാലും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ ഈ പ്രോജക്റ്റ് ആരംഭിക്കാൻ വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ VGF, എൻ്റെ ആദ്യത്തെ സംസാരം അരുൺ ജെയ്റ്റ്ലിയോടൊപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും സ്പഷ്ടമായിരുന്നു, ഇതൊരു ഗ്രാൻറ്റായിട്ടാണ് സർക്കാർ തരാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഓഫീസിൽ വിളിച്ചിട്ട് ഇത് അപ്രൂവ്ഡ് ആയി എന്ന് പറഞ്ഞപ്പോൾ കൂടി ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു ഗ്രാൻറ്റായിട്ടാണ് അപ്രൂവ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ലോകത്തിലില്ല നമ്മളോട് കൺഫേം ചെയ്യാൻ. എങ്ങനെയാണ് ഈ മാറ്റം വന്നത്, എവിടെയാണ് ആ ഫയൽ മാറിയിട്ട് ഒരു ഗ്രാൻറ്റ് പോയിട്ട് ലോൺ ആയത് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോൾ കൂടി അത് അംഗീകരിക്കാൻ തയ്യാറല്ല.
എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പിന്നെ ഈ സർക്കാരായാലോ നാളെ വേറെ സർക്കാർ വന്നാലും നമ്മൾ ഈ വിഷയത്തിൽ ശക്തമായി നിൽക്കണം. ദി എൻറ്റയർ കോൺസെപ്റ്റ് ഓഫ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഈസ് ടു ബ്രിഡ്ജ് the financial difference between the cost of a project and the gains from the project so that it becomes viable. അതാണ് അതിൻ്റെ ആ ടേമിൻ്റെ അർത്ഥം തന്നെ അതന്നെയാണ്. അപ്പോൾ ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഒരു ലോണായിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ കാശ് കിട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. പക്ഷേ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ ചർച്ച നമ്മൾ വിടാൻ പാടില്ല. ഓൾറെഡി കരാറടക്കം ഒപ്പിട്ട് കഴിഞ്ഞു. അല്ല, എന്താ ചെയ്യാന്ന്, നമുക്ക് ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. പക്ഷേ പിന്നെ എനി ഗവൺമെന്റ് ക്യാൻ ഓൾവേസ് ചേഞ്ച് ഇറ്റ്സ് മൈൻഡ് ആൻഡ് കൺവേർട്ട് എ ലോൺ ഇൻ ടു എ ഗ്രാന്റ്. അത് എപ്പോഴും സാധിക്കാം. ഞാൻ തന്നെ താങ്കൾക്ക് ഒരു കടം തന്നാൽ ഞാൻ മാറ്റിയിട്ട് ശരി നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞുകൂടെ? അതുപോലെ സർക്കാരും ചെയ്യാം. ആ ലോൺ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ കൂടി അതിനെ ഗ്രാന്റ് ആക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഐ ഡോണ്ട് നോ. ഞാനിപ്പോൾ സംസ്ഥാന സർക്കാരും ഇല്ല, കേന്ദ്ര സർക്കാരും ഇല്ല, എന്നോട് ഇതിൽ ഇടപെടാൻ അവരും ആവശ്യപ്പെട്ടില്ല. ഞാൻ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയത്. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പോയി സംസാരിച്ച സമയത്ത് ഇതായിരുന്നില്ല അണ്ടർസ്റ്റാൻഡിങ്. ശ്രീ ഗജേന്ദ്ര ഹൽദിയുടെ കോൺസെപ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഈ ലോകത്തിലില്ല. ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ് ഫയലിനെ അപ്രൂവ് ചെയ്തത് ആദ്യം. അദ്ദേഹം ഈ ലോകത്തിലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മന്ത്രാലയം, അദ്ദേഹത്തിൻ്റെ സക്സസറാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ സമയം വരുമ്പോൾ പിന്നെ നമ്മൾക്ക് ഇതിനെ വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം. ഞാനൊരു വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ സ്ഥാനത്തിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, ബോർഡിൽ ചർച്ച ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് പങ്കെടുക്കാനുള്ള അഭിപ്രായം പറയാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ആക്ഷൻ എടുക്കുന്നത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അവകാശമില്ല. എന്നോട് പ്രത്യേകിച്ച് പോയിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അത് ഞാനൊരു പരാതിയായിട്ട് പറയല്ല. എല്ലാവർക്കും ഒരു സ്വന്തം ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ഞാനെൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം മാറിയിട്ടുണ്ട്. പദ്ധതി ആരാ തടുത്തത് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ബാഴ്സലോണ സിറ്റി കൗൺസിലിന് അഗ്രിമെന്റ് ഒപ്പിട്ട് കൊണ്ടുവന്ന് അവരെ റെസൊല്യൂഷൻ അവർ പാസ്സാക്കി നമ്മളൊക്കെ സ്വിങ് ചെയ്യാൻ. എന്നിട്ട് ഇവിടെയല്ലേ അതിന് തള്ളിപ്പോയത്? ആരായിരുന്നു നമ്മൾ ഭരിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നില്ലേ, നിങ്ങൾ എന്നെ ആ പാതയിൽ കൊണ്ടുപോകണം. പക്ഷേ ബാഴ്സലോണ തുറമുഖം ഓഫ് കോഴ്സ് ഇതിനെക്കാട്ടും വലുതാണ്. പക്ഷെ ഞാൻ അപ്പോഴേ ആഗ്രഹിച്ചത് അവരുടെ ഉപദേശം ഉണ്ടാവണം. ബിക്കോസ് അവർക്ക് നമ്മൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകൾ ബാഴ്സലോണ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തുറമുഖത്തിൻ്റെ വികസനം, മാലിന്യ പ്രശ്നങ്ങൾ. അവർ പിന്നെ 1992 ഒളിമ്പിക്സ് കൊണ്ടുവന്നപ്പോൾ വലിയൊരു പ്രോജക്റ്റിൻ്റെ അവർ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാം ശരിയാക്കി. ഇപ്പോൾ പല അണ്ടർഗ്രൗണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡിസ്പോസൽ സിസ്റ്റംസ് അവരുണ്ടാക്കിയിട്ടുണ്ട് പരിസ്ഥിതിയെ ബാധിക്കാതെ. അതൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവരാനാണ് ആഗ്രഹിച്ചത്. നമ്മൾക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അതിലും രാഷ്ട്രീയമായിരുന്നു. ഞാൻ എപ്പോഴും പറയും, സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളാണ് നമ്മളെ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനത്ത്. ആ ബാഴ്സലോണ താങ്കൾ ഉദാഹരണം എടുത്തത് അതന്നെ ഇല്ല. ഞാൻ പിന്നെ ആരോടും സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഇനിയും പെടണമെന്ന് എനിക്കൊരു ഒരു സംശയമില്ല. നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾക്കറിയാം, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രശ്നമാണ് പല കാര്യത്തിന് പണമില്ല. ഇനി അവരോട് ഞാൻ ചോദിക്കണം, അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ബഡ്ജറ്റ് ഇതിനു വേണ്ടി മാറ്റി. ഞങ്ങളുടെ സർക്കാരിന് എൻ്റെ ഇപ്പോൾ എക്സാക്ട് ഫിഗർ ഓർമ്മയില്ല, 358 കോടിയോ എന്തോ ആയിരുന്നു. അത് ഓവർ 5 years അങ്ങനെയായിരുന്നു. ആ ആദ്യത്തെ വർഷത്തിൽ ഓൾമോസ്റ്റ് 100 കോടി പിന്നെ വിതരണം ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഉമ്മൻചാണ്ടി സർക്കാർ ഒരു പക്ഷേ നമ്പർ തെറ്റിയിട്ടുണ്ടാവും. കുറച്ച് വർഷമായി, ഇപ്പോൾ എക്സാക്ട് ഫിഗേഴ്സ് ഓർമ്മയില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതുപോലെയുള്ള വിതരണം ഉണ്ടായിട്ടില്ല. ചിലവർ ഇപ്പോഴും പരാതി പറയുന്നുണ്ട്. പക്ഷേ ഒരു പ്രോസസ്സാണ് കേട്ടോ. പിന്നെ അവർക്ക് ഇപ്പോഴും പിന്നെ ക്ലെയിംസ് സ്വീകരിക്കാനും ആ ക്ലെയിംസിനെ പഠിച്ച അതിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോഴും ഉണ്ട്. പക്ഷേ എത്ര പൈസ മാറ്റി വെച്ചു എനിക്ക് പറയാം. പ്രത്യേകിച്ച് റോഡ് കണക്ടിവിറ്റി ഓരോ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഡിസ്പേഴ്സ്ഡ് ആണ്. റോഡ് കണക്ടിവിറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ്റും NHA ആണ്. റെയിൽ കണക്ടിവിറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ്റും മിനിസ്ട്രി ഓഫ് റെയിൽവേസും. ഇതിലെല്ലാറ്റിലും ഒരു ഉത്തരവാദിത്തമല്ല. അപ്പോൾ നമ്മൾക്ക് പിന്നെ ആഗ്രഹിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ റോഡ് എന്തായാലും ഇതിനെക്കാട്ട് കുറച്ചും കൂടി വേഗം ചെയ്യാമായിരുന്നു. പക്ഷേ 2 മാസത്തിനകത്ത് പൂർത്തിയാവും. അപ്പോൾ ഇവിടുന്ന് റോഡ് വഴിക്ക് ഈ തുറമുഖം തന്നെ നേരിട്ട് നാഷണൽ ഹൈവേ വരെ പോകാനുള്ള കണക്ഷനൊക്കെ ആയിക്കഴിഞ്ഞു. പക്ഷേ റെയിൽ കണക്ടിവിറ്റിക്ക് ഇപ്പോൾ കൂടി പൂർണ്ണമായ ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞിട്ടില്ല. ചില ഭൂമി മേടിക്കാനുണ്ട്, ചിലവർ വീടൊക്കെ വഴിയിലുണ്ടാവും. പിന്നെ പ്ലാൻ എൻ്റെ അറിവിൽ
വരച്ച പ്ലാൻ ഇപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ ചില ഓവർഗ്രൗണ്ട് സ്ട്രെച്ചസ് ഉണ്ട്, ചില ടണൽസും ഉണ്ട്. ബാലരാംപുരം എത്തുന്നവരെ ഒരു 9.5 കിലോമീറ്റർ മറ്റാണ് ദൂരം. ആ ദൂരത്തിൽ 2-3 ടണൽ കാണും. അപ്പോൾ എല്ലാം ഭൂമിയിലല്ല, ആ ഒരു ഭാഗം നാഷണൽ ഹൈവേൻ്റെ കീഴായിരിക്കും. അണ്ടർ ദ ഹൈവേ യു വിൽ ഹാവ് ദി റെയിൽ ടണൽ. അതൊക്കെയാണ് പ്ലാന്. പക്ഷെ ഇതെല്ലാം കെട്ടാൻ, ഇതിന് ഭൂമി മേടിക്കാൻ, ഇതിനുള്ള ബഡ്ജറ്റ് മാറ്റി വെക്കാൻ, ഇതിനുള്ള കൺസ്ട്രക്ഷൻ ചെയ്യാൻ എത്ര നേരം എടുക്കും? അത് യുവർ ഗെസ് ഇസ് ആസ് ഗുഡ് ആസ് മൈൻ. നമ്മുടെ കേരളമാണ്, നമുക്കറിയാമല്ലോ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ലാൻഡ് ആക്വിസിഷൻ എളുപ്പ കാര്യങ്ങളല്ല. അത് വന്നാൽ നമ്മുടെ തുറമുഖൻ്റെ എഫക്റ്റിന് ഭയങ്കര ഒരു വേറെ ഒരു രീതിയിലാണ്. കാരണം ആ റെയിൽവേ കണക്ടിവിറ്റിയുടെ ഹോൾ ഓഫ് സൗത്ത് ഇന്ത്യ ഇസ് ഓപ്പൺ ടു. സോറി, ഈ പ്രോജക്റ്റിൽ അവർ സഹകരിച്ചിട്ടൊരു സംശയമില്ല. എനിക്ക് ഒരൊറ്റ പരാതി ഉള്ളത് ഈ VGF-നെ ലോണാക്കിയതാണ്. കാരണം VGF-ന്റെ കോൺസെപ്റ്റ് ലോണേ ആയിരുന്നില്ല. അത് മാത്രമാണ് പരാതി. ബാക്കി എല്ലാറ്റിലും ആവശ്യമുള്ള ക്ലിയറൻസസിനൊക്കെ അവർ നിന്നിട്ടുണ്ട്. ഇവിടുത്തെ വരുന്ന ഈ റോഡ് കണക്ടിവിറ്റിക്ക് മന്ത്രിയൊക്കെ നല്ലോണം സഹകരിച്ചു. ശ്രീ ഗഡ്കരി അദ്ദേഹത്തിന് ഒരു കാലത്ത് അദ്ദേഹം ഷിപ്പിംഗ് മന്ത്രിയുമായിരുന്നു. ആ സമയത്തും അദ്ദേഹത്തിന് സഹകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണത്തെക്കുറിച്ച് പേഴ്സണലി ഒരു പരാതിയില്ല. പക്ഷെ നിങ്ങൾ മറക്കരുത്, ഞാൻ ഭരിക്കുന്ന ഒരാളല്ല, ഞാൻ പ്രതിപക്ഷത്തിരുന്നിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഞാൻ ആവശ്യം വരുമ്പോൾ എൻ്റെ മണ്ഡലമായ കാരണം ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നടന്നിട്ടുമുണ്ട്. ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രമേ ഞാൻ മാറി നിൽക്കുന്നുള്ളൂ. ഇത് ശരിയായിരുന്നില്ല ഈ VGF-ന്റെ തീരുമാനം. ബാക്കി എല്ലാറ്റിലും ഞാൻ 3 പാർട്ടികളുടെയും സഹകരണം എപ്പോഴും കണ്ടിട്ടുണ്ട്. പല ജനങ്ങൾ അവിടെ താമസിക്കുന്ന, നിങ്ങൾക്കറിയാമല്ലോ, കുറേ ഗ്രാമങ്ങൾ പെടുന്നുണ്ട് ഈ റിംഗ് റോഡിൽ. അവർ സ്ഥിതി വിചാരിക്കും, അവർ ഭൂമിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, വിൽക്കാൻ സാധിക്കില്ല, ഒരു ലോൺ എടുക്കാൻ സാധിക്കില്ല. സർക്കാർ എപ്പോൾ വേണമെങ്കിലും ഏറ്റെടുക്കും ഈ ഭൂമിയിൽ നിന്ന് വിചാരിച്ചിട്ട്. പക്ഷേ സർക്കാർ പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ പൈസയില്ല, ഞങ്ങൾക്കിപ്പോൾ തന്നെ തരാൻ സാധിക്കില്ല. ഇതൊരു ഒരു മോശ കാര്യമാണ്. എന്നാലും കൂടി ഈ ഔട്ടർ റിംഗ് റോഡ് അഫക്റ്റഡ് വ്യക്തികളുടെ പ്രതിനിധികൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ ഇതൊരു നമ്മളുടെ ഇതൊക്കെയാണ് ചില ഫ്രസ്ട്രേഷൻസ് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിൽ. എന്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഒരു പ്രോജക്റ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിന് പൈസ മാറ്റി വെച്ചിട്ട് ലാൻഡ് എടുക്കുക, കോമ്പൻസേഷൻ കൊടുക്കുക, പ്രവർത്തനം ആരംഭിക്കുക? എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വരുന്നുണ്ട്. അത് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമ്മളുടെ കേരളമാണോ കുറ്റം, അതോ ഈ ഉദ്യോഗസ്ഥന്മാർ ശരിക്കും ചെയ്യാത്തതാണോ എന്താണെന്ന് അറിയുന്നില്ല. പക്ഷേ ജനങ്ങളുടെ ഫ്രസ്ട്രേഷൻ ഞാൻ കണ്ടിട്ട് മൈ സിംപത്തീസ് ആർ വിത്ത് ദം. അവർ എന്തൊക്കെ വിഷമമാണ് അനുഭവിക്കുന്നത് ചിലവർ. അപ്പോൾ ഈ ഔട്ടർ റിംഗ് റോഡും ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റാണ്. പക്ഷേ അത് വിഴിഞ്ഞം മാത്രം ബന്ധപ്പെട്ടതല്ല. നമുക്ക് ഓവറോൾ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനമായിട്ടും നമ്മുടെ ഒരു റോഡ് ഡീകൺജഷൻ ചെയ്യാനും എല്ലാവരുടെയും നന്നായിട്ട് ഒരു ട്രാഫിക് ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടി കൺസീവ് ചെയ്തൊരു പ്രോജക്റ്റാണ്. അത് വരണം. പക്ഷെ അത് കുറച്ചുകൂടി വേഗം വന്നാൽ അവിടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഗുണം ചെയ്യും. സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ വളരെ മൈൽഡായിട്ടാണ് പറഞ്ഞത്. കാര്യം CM ഞങ്ങളോട് പറഞ്ഞത്, പത്രക്കാരോട് പറഞ്ഞത്, ഭാവിയിൽ 10,000 തൊട്ട് 15,000 കോടി വരെ റീപേയ്മെന്റ് വിൽ ഹാവ് ടു പേ. അപ്പൊ ഇതിന് പ്രൊവാക്റ്റീവ് ആയിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് അങ്ങ് പോലും പറയുന്നില്ല. വളരെ മൈൽഡായിട്ട് ഞങ്ങൾക്ക് കഷ്ടമായി പോയി എന്നുള്ള ലൈനിലാണ് സംസാരിക്കുന്നത്. അല്ല, കഷ്ടമായി പോയി പറഞ്ഞാൽ നമ്മൾ പൈസ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവർ പെർസ്യൂഡ് ചെയ്യണം, സംസാരിക്കണം. അത് ആ ചുമതല ആരുടെയാണ്? നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയാണ്. അവർ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞതായിരുന്നു അവിടെ? നമ്മളുടെ മുഖ്യമന്ത്രി വിൽ ഡു ഹിസ് ബെസ്റ്റ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇനി അദ്ദേഹത്തിന് കാലം കഴിഞ്ഞാൽ വേറെ വരേണ്ട സമയം വന്നാൽ അവർ വീണ്ടും ശ്രമിക്കണം. ഇത് എന്തായാലും വിട്ടുകൊടുക്കരുത് ഇങ്ങനെയായിട്ട്. ഇനിയും വരാൻ പോകുന്ന കാലത്തിൽ ഈ ഹോൾ കോൺസെപ്റ്റിനെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ട് ശരിയാക്കണം. അതുപോലെ തന്നെ I told you that I want the compensation to be complete. ആരും മാറി നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ഈ അവരുടെ ഡിമാൻഡ്സിൽ ഒറ്റ കാര്യത്തിൽ മാത്രമേ ഞാൻ മാറി നിന്നിട്ടുള്ളൂ. അത് ഈ തുറമുഖന്റെ പ്രവർത്തനം നിർത്തണം സമയത്ത് പ്രതിഷേധം അറിയിച്ചു. Satisfaction is relative. I am satisfied to see development happening in my district. അത് സത്യം തന്നെയാണ്. പക്ഷേ I can't be satisfied with every single detail because there are some things I don't like. Viability gap funding is one thing, compensation is another thing. I am
happy but not fully satisfied with the recruitment of locals. I want to see more benefits coming to locals. But seeing the people who have been hired is already a good thing. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഡീറ്റെയിലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഐ കാൻ ലൂസ് ദി സൈറ്റ് ഓഫ് ദി ഓവറോൾ പിക്ചർ. നമ്മൾ എല്ലാം കാണുമ്പോൾ ഇത് വലിയൊരു സന്തോഷം നിറയുന്ന ഒരു കാര്യമാണ് ഈ തുറമുഖൻ്റെ കമ്മീഷനിങ് 2-ാം തീയതി വരാൻ പോകുന്നത്. പ്രധാനമന്ത്രി വരുന്നു. നമ്മൾക്ക് അഭിമാനത്തോടെ പറയാം, ഇത്ര മോഡേൺ ആയിട്ടൊരു തുറമുഖ ഭാരതത്തിലില്ല. ചില എക്വിപ്മെൻറ്റും ചില സോഫ്റ്റ്വെയറും ചില സ്ക്രീനുകളും നിങ്ങൾക്കൊരു ടൂർ കിട്ടിയോ എനിക്ക് അറിയില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഞെട്ടിപ്പോവും. ഇതൊക്കെ നമ്മളുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് എന്ന് കാണാൻ തന്നെ എനിക്ക് ബീൻ ടു എ ഫ്യൂ പോർട്സ്. ഇപ്പോൾ ഞാനിപ്പോൾ നിന്ന് കണ്ടു ഒരു വ്യക്തി ഒരു കമ്പ്യൂട്ടർ ജോയ്സ്റ്റിക്ക് ഒരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന പോലെ ഒരു ഭയങ്കര വലിയ കണ്ടെയ്നറിനെ ലോഡ് ചെയ്യണം. എന്തൊരു കാര്യമായിരുന്നു അറിയോ? ഇതൊക്കെ ഒരു മനുഷ്യൻ ആ ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് ആ ക്രെയിനിൻ്റെ അകത്ത് ആരും ഇരിക്കുന്നില്ല. ഇതെല്ലാം ഇദ്ദേഹം റിമോട്ട്ലി ഒരു എയർ കണ്ടീഷൻ ക്യാബിൽ നിന്ന് കൺട്രോൾ ചെയ്യണം, ഇവിടെ ഇരുന്ന് ഈ കെട്ടിടത്തിൽ ഇരുന്നിട്ട്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ സന്തോഷം തോന്നാതിരിക്കുക. ഐ എം സാറ്റിസ്ഫൈഡ് ദാറ്റ് ഐ എം സീയിങ് ഓൾ ദിസ് ഇൻ തിരുവനന്തപുരം, അത്രയേ ഉള്ളൂ. പക്ഷേ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എവറി സിംഗിൾ ഡീറ്റെയിൽ. ദാറ്റ് ഈസ് നോർമൽ. ദർ ആർ തിങ്സ് ദാറ്റ് നീഡ് ടു ബി ഇംപ്രൂവ്ഡ് ആൻഡ് വി ഹാവ് ടു കണ്ടിന്യൂ വർക്കിംഗ് ഓൺ ഇറ്റ്. അതെല്ലാം നമ്മൾ സംസാരിച്ചു. വെദർ ഇറ്റ് ഈസ് compensation package for the fishermen, whether it is some of the displacement that is taking place that is still not fully resolved, whether it is the pace of the railway line construction, ഓരോരോ ഉദാഹരണം, definitely the VGF. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 100% എല്ലാത്തിലും A+ കൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ ഓവറോൾ പ്രോജക്റ്റ് ഐ എം ഡിലൈറ്റഡ്. ശ്രമിച്ചിരിക്കുന്നത് ആരാണ് ഈ പ്രപ്പോസൽ കൊടുത്തത്? ആരാണ് കൊച്ചി ഷിപ്പ്യാർഡ് ഇപ്പോൾ കണ്ടിലൂടെ ഇവിടെ ഒരു വന്നൊരു ഇൻസ്പെക്ഷൻ നടത്താൻ ആവശ്യപ്പെട്ടതും? ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ടെക്നിക്കൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോയെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. റിക്വസ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്, ഒരിക്കലല്ല 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ പോയി കൊച്ചിൻ ഷിപ്പ്യാർഡിനെ 1 വർഷം കണ്ടിട്ട് അവർ വന്നിട്ട് ഇൻസ്പെക്ഷൻ നടത്തി. പക്ഷെ അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞു ചില ടെക്നിക്കൽ ഒബ്ജെക്ഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മളുടെ അവിടുത്തെ ടൂറിസം ഇൻഡസ്ട്രിയും വലിയ സന്തുഷ്ടമല്ല ഈ ഏരിയയെക്കുറിച്ച്. നമുക്ക് ഇനിയും കുറച്ച് ചർച്ച ചെയ്യാനുണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ ഷിപ്പ് ബിൽഡിംഗ് കേരളത്തിലും വേണം, ഇന്ത്യയിൽ മൊത്തം ആവശ്യമുണ്ടെന്ന് ഒരു സംശയവും വേണം. ഈ ഷിപ്പ് ബിൽഡിങ്ങിൽ കേരളത്തിലൊരു ഭാരതത്തിൻ്റെ ഒരു ചെറിയൊരു ശതമാനമേ ഉള്ളൂ. ലോകത്തിൻ്റെ ഷിപ്പ് ബിൽഡിങ്ങിൽ 0.05% പറ്റാൻ ഇന്ത്യക്കുള്ളത്. ആൻഡ് ഇതൊരു ലേബർ ഇൻറ്റൻസീവ് ആക്ടിവിറ്റിയാണ്. നമുക്ക് അൺഎംപ്ലോയിഡ് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ മാത്രമല്ല ഷിപ്പ് ബിൽഡിങ്ങിൽ കഴിവ് നമ്മൾ കാണിച്ചവരാണ്. കൊച്ചി ഷിപ്പ്യാർഡിൽ നടന്ന പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടും കൂടിയുണ്ട് എൻ്റെ ആർട്ടിക്കിൾസിൽ. അപ്പോൾ നമ്മൾക്ക് ഷിപ്പ് ബിൽഡിംഗ് വേണം. ആൻഡ് കേരളത്തിലെ ലോങ് കോസ്റ്റ് ലൈനിൻ്റെ കാരണം കേരളത്തിൽ തന്നെ 3-4 ഷിപ്പ് ബിൽഡിംഗ് യാർഡ്സ് കെട്ടണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു വിഷൻ. പക്ഷേ അതിന് യാഥാർത്ഥ്യമാക്കാൻ പല ടെക്നിക്കൽ ഫീസിബിലിറ്റി വിഷയങ്ങളുണ്ടാവും. നിങ്ങൾക്കറിയാം, ഫൈനാൻഷ്യൽ വിഷയങ്ങളുണ്ടാവും. ചെറിയ ചിലവല്ല. ഷിപ്പ് ബിൽഡിംഗ് ആദ്യത്തെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് വലിയ തുക തന്നെയാണ്. പ്ലസ് നിങ്ങൾക്കറിയണം, പിന്നെ ലാൻഡ് ആക്വിസിഷൻ, ചില നല്ല സ്ഥലങ്ങളിൽ ആക്റ്റീവ് ടൂറിസം ഫെസിലിറ്റീസ് ഉണ്ടാകും, അവർ ആ ടൂറിസമിനെ ബാധിക്കുന്നൊക്കെ പറയും. ഇതെല്ലാം നോക്കി ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകും. കുമരചന്തയിലും പ്രശ്നമുണ്ടായിരുന്നത് ജനങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ അവിടെ പോയി ഇടപെട്ടു, മന്ത്രിയെ കണ്ടു. ഇപ്പോൾ ചില മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. ജനങ്ങൾ ആവശ്യപ്പെട്ട മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ വന്ന ശേഷമായിരിക്കും ഇതെല്ലാം ക്ലിയർ ആവുക. പക്ഷെ അത് ആ മാറ്റങ്ങൾ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അവർ പറഞ്ഞത് ഈ റിസ്ട്രെയിനിങ് വാൾ കെട്ടിയത് അവരുടെ താഴത്തുള്ള ട്രാഫിക്കിനെ ബാധിക്കുന്നു. ആൾക്കാർക്ക് ഒരു ഭാഗത്ത് മറ്റേ ഭാഗത്ത് മാറാനുള്ള ബുദ്ധിമുട്ടുകൾ വന്ന കാരണം പലരും വന്ന് പ്രതിഷേധം ചെയ്തു. എന്ന് മാത്രമല്ല അവർ നിവേദനം തന്നിട്ട് ഞാൻ നിവേദനം ഡൽഹി കൊണ്ടുപോയി ഞാൻ അതിന് പരിഹാരം കൊണ്ടുവന്നു. അത് വേഗം ആവണം, ഈ വരാൻ പോകുന്ന മാസങ്ങളിൽ ആവണം എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ടോളിൻ്റെ വിഷയം ആ ചർച്ചയിൽ ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല. എല്ലാവർക്കും തുടക്കം മുതൽക്കേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നാഷണൽ ഹൈവേൻ്റെ കെട്ടുന്നതിൻ്റെ ലോജിക്ക് തന്നെ ആയിരുന്നു പിന്നെ ടോൾ റോഡായിട്ടാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ടോൾ കൊടുക്കണ്ടെന്നില്ലെങ്കിൽ ആ നാഷണൽ ഹൈവേ ഉപയോഗിക്കേണ്ട, സാധാരണ റോഡ് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വേഗം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോൾ കൊടുക്കേണ്ടി വരും. അത് ഓണസ്റ്റ്ലി അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്തിട്ട് ഞാൻ വലിയ കാര്യം കാണുന്നില്ല. നമ്മൾക്ക് വികസനവും വേണം, അതിന് നമ്മൾ ചെലവാക്കാനും തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അത് അർത്ഥമില്ല. ഓക്കെ, ലാസ്റ്റ് ഇനി പോണം കേട്ടോ. ഞാൻ എന്താ പറഞ്ഞത്, സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായെന്ന് ഒരു സംശയവുമില്ല, ഇത് സംഭവിച്ചുവല്ലോ. പക്ഷേ
നമുക്ക് അക്കൗണ്ടബിലിറ്റി ആവശ്യപ്പെടാനുള്ളതും സർക്കാരിൻ്റെ വക അക്കൗണ്ടബിലിറ്റി ഒരു അന്വേഷണം നടത്തിയിട്ട് പിന്നെ പഠിക്കാനും എടുക്കാനും അതിൻ്റെ സമയം ഇപ്പോഴാണോ അതോ ഈ ക്രൈസിസ് കഴിഞ്ഞ ശേഷമാണോ? നമ്മളെല്ലാവരും ഒരു റിറ്റാലിയേഷൻ്റെ ഒരു അവസരം കാത്തിരിക്കുകയല്ലേ? അത് കഴിഞ്ഞ ശേഷം എല്ലാം ഈ കഥ നമ്മളൊരു ചാപ്റ്റർ ക്ലോസ് എന്ന് പറഞ്ഞ ശേഷമല്ലേ നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് ഞാൻ ഉദാഹരണം കാണിച്ചു കൊടുത്തത് ഇസ്രായേലിൻ്റെ. അവിടെയും ഒരു വലിയൊരു വീഴ്ചയുണ്ടായിരുന്നു. അവർ വലിയൊരു പ്രസിദ്ധപ്പെട്ട ഇൻ്റലിജൻസ് സർവീസാണ്. അവരെല്ലാവരും പബ്ലിക് ഒപ്പീനിയനും പറയുന്നു ഈ പ്രധാനമന്ത്രി അടക്കം അക്കൗണ്ടബിൾ ആണ്. പക്ഷേ യുദ്ധം കഴിയുന്നവരെ ആരും പിന്നെ എല്ലാവരും രാജിവെക്കണമെന്നോ സർക്കാർ ഇറങ്ങണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ യുദ്ധം കഴിയട്ടെ, പിന്നെ ഉറപ്പമായിട്ട് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുമെന്നാണ് ഇസ്രയേലീസ് പറയുന്നത്. അതുപോലെ ഞാനും പറയുന്നു അക്കൗണ്ടബിലിറ്റി വേണം. പക്ഷെ ഇപ്പോഴല്ല ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകണം. ഞാൻ പറഞ്ഞു ഒരു ആക്രമണമാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഒരു ഡിപ്ലോമാറ്റിക് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നോ അങ്ങ് ആഗ്രഹിക്കുന്നത്? അല്ലെന്ന് ഡിപ്ലോമസിയൊക്കെ നിങ്ങൾ പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്താ ചെയ്യേണ്ടതെന്നോ അതോ ഞാൻ എന്താ ചെയ്യേണ്ടത്? കേന്ദ്ര സർക്കാർ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഡിപ്ലോമാറ്റിക് ആക്ഷൻ ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ പല സാധ്യതകളുണ്ട്. വേണമെങ്കിൽ എൻ്റെ ഒരു ആർട്ടിക്കിൾ ഇന്നലെ ഇറങ്ങി NDTV.com അത് ഞാൻ എല്ലാ ഓപ്ഷൻസും ഞാൻ കാണുന്ന ഓപ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം ചില പിന്നെ കവേർട്ട് ആക്ഷൻസ് ഉണ്ടാവും, ചില ഓവേർട്ട് ആക്ഷൻസ് ഉണ്ടാവും. സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ വെറും ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സാധാരണ നിങ്ങളെപ്പോലെ ഒരു അഭിപ്രായം പറയുന്ന ഒരാളാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ പിന്നെ ഇൻ്റലിജൻസ് വഴിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സൈബർ വാർഫെയറിൻ്റെ സമയം ഒരു പക്ഷേ 21-ാം നൂറ്റാണ്ടത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാറായി. സൈബർ ആക്ഷൻസ് എടുക്കാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം പിന്നെ ടാർഗറ്റഡ് അറ്റാക്സ്, അത് ഡ്രോൺ അറ്റാക്സ്, മിസൈൽ അറ്റാക്സ് എന്തൊക്കെ ചെയ്യാം. എന്തുകൊണ്ട് മിലിറ്ററി ആക്ഷൻ എടുത്തുകൂടാ? അവർ നമ്മുടെ രാജ്യത്ത് വന്ന ആൾക്കാരെ പിന്നെ കൊന്നിട്ട് അതിന് പോകാൻ എളുപ്പത്തിൽ നമ്മൾ സമ്മതിക്കാൻ സാധിക്കും. അതിനൊരു പ്രൈസ് പേ ചെയ്യണ്ടേ? അപ്പം നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു റെസ്പോൺസ് കൊടുക്കണം ഉറപ്പമായിട്ട്. ആ റെസ്പോൺസ് വഴിക്ക് നമുക്കൊരു സന്ദേശം ഉണ്ടാവണം. നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വെറും ഫ്രീ ആയിട്ട് ചെയ്തിട്ട് പോകാൻ സാധിക്കില്ല. ആ കാലം കഴിഞ്ഞു. നിങ്ങൾക്ക് യു വിൽ ഹാവ് എ പ്രൈസ് ടു പേ ഇഫ് യു ഡു ദിസ്. ആൻഡ് ദിസ് ഈസ് ദ പ്രൈസ് ടുഡേ, ടുമോറോസ് പ്രൈസ് വിൽ ബി ഗ്രേറ്റർ. ആ സന്ദേശം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറയണത് നമ്മൾ ഇതൊക്കെ സർക്കാരിന് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അവരാണ് ഭരണത്തിൽ, അവരാണ് ഉത്തരവാദിത്വം, അവർക്കാണ് ഇൻ്റലിജൻസ് ഉള്ളത്, അവർക്കാണ് എല്ലാ വിധത്തിലും തീരുമാനം എടുക്കേണ്ടത്. ഇതിന് നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഭാരതീയ പൗരനും സർക്കാരിൻ്റെ ഒപ്പം നമ്മളുടെ പതാകയുടെ പിന്നിൽ നിൽക്കണം. അതാണ് നമ്മളുടെ ഒരു കടമ ഈ സമയത്ത്. അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ വേറെ ചർച്ചകൾ ചെയ്യാൻ ഒരു ജനാധിപത്യത്തിനകത്ത് പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴല്ല സമയം കാണുന്നത്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കാർഗിൽ സംഭവിച്ചപ്പോൾ. എൻ്റെ ഓർമ്മയിൽ കാർഗിൽ സമയത്ത് ഞാൻ വായിച്ചത് എല്ലാവരും സർക്കാർ, വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന സർക്കാരായിരുന്നില്ല വാജ്പേയി സർക്കാർ, എല്ലാവരും അവരൊപ്പം നിന്നു. യുദ്ധം കഴിഞ്ഞ ശേഷമാണ് ചർച്ചയും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നടക്കട്ടെ, നമ്മൾ ഇവരെ വിട്ടുകൊടുക്കരുത്. ഈ ആക്ഷൻ എടുത്ത ശേഷം നമ്മൾ പിന്നെ വേറെ വിഷയങ്ങൾ ചിന്തിക്കാം. പക്ഷേ നമ്മൾ എന്തായാലും ഈ കാര്യത്തിൽ ഭാരതീയ പൗരന്മാരായിട്ടാണ് ചിന്തിക്കേണ്ടത് ആണ് എൻ്റെ അഭിപ്രായം. ഞാൻ എന്തായാലും ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഞാനൊരു പാർട്ടി വാക്താവല്ല, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പാർട്ടിയുടെ പേരിലല്ല സംസാരിച്ച് ഞാനൊരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചു. ഞാനൊരു പേഴ്സണൽ ഒപ്പീനിയൻ കൊടുത്തു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.